ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ വരാൻ പോകുന്ന ആഴ്ചയിലെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ നിവിൻ പലതും മനസ്സ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. യമുന വഴി കാവേരിയിലേക്ക് കൂടുതൽ അടുക്കണം, ഇതൊക്കെയാണ് നമ്മുടെ നിവിൻ്റെ മനസ്സിൽ. പക്ഷേ യമുനയോ നിവിൻ തന്നോട് കാണിക്കുന്ന സ്നേഹവും അടുപ്പവും ഒക്കെ ഒരു പ്രണയമായി തന്നെയാണ് കേട്ടോ കാണുന്നത്. തന്നെ രക്ഷിച്ച തനിക്കൊരു ആപത്ത് വന്നപ്പം ഒരു രക്ഷകനായി മാറിയ നിവിനോട് അഗാധ പ്രണയമാണ് ഇപ്പം യമുനയുടെ മനസ്സ് നിറയെ. ഇതൊന്നും പാവ നിവിനിട്ട് അറിയുന്നുമില്ല. ഇതേ സമയം നിവിൻ അറിയാതെ നിവിൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും കൂടി രാഗിണിയുമായിട്ടുള്ള കല്യാണവും ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇക്കാര്യം പറയാനായിട്ട് തന്നെ രാജേശ്വരി അതുപോലെ സത്യനും കൂടി തീരുമാനിക്കുകയാണ്. എടാ, നിന്നോട് ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, നിന്നെ കണ്ടു കിട്ടുന്നു പോലും ഇല്ലല്ലോ എന്ന് നിവിൻ്റെ അച്ഛൻ പറയാണ്. അച്ഛ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, നിങ്ങളാണല്ലോ എപ്പോഴും ആ ജയബാലങ്ങളുടെ വീട്ടിൽ എന്ന് പറയാം. പിന്നെ ഞാൻ എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ പോകണ്ടെന്നാണോ നീ പറയുന്നത് എന്ന് അപ്പോൾ പെട്ടെന്ന് ചോദിക്കാൻ കേട്ടോ രാജേശ്വരി. അല്ല, പണ്ടു ഈ ജയബാലങ്ങളിൽ ഈ പുഷ്പവാടി തന്നെ ഉണ്ടായിരുന്നല്ലോ, അപ്പോഴൊന്നും അമ്മ ഇത്രയ്ക്കങ്ങോട്ട് പോയി ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയണം. ഇതുപോലൊരു അടുപ്പം കാണിച്ച് ഞാൻ കണ്ടിട്ടില്ല. രാജേശ്വരി പറയും, എനിക്ക് എൻ്റെ ഏട്ടനോടും കുടുംബത്തോടും ഒക്കെ എന്നും സ്നേഹമുണ്ട്, അത് നീ കാണുന്നില്ലായിരുന്നു എന്ന് മാത്രം എന്ന് പറയാണ്. ഓ ആയിക്കോട്ടെ എന്ന് പറയാം. അപ്പോൾ അച്ഛനൊന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ നിവിൻ ചോദിക്കും, അച്ഛനും എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ വന്നപ്പോൾ മുതൽ കാണുന്നതാ നിൻ്റെ ഈ കറക്കമൊക്കെ എന്ന് പറയാം. എന്താ അച്ഛാ, അച്ഛനും അമ്മയെ പോലെ തുടങ്ങുവാണോ എന്ന് ചോദിക്കാം. നീ ഇവിടെ വന്നതിന് ശേഷം ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ലെന്നാണല്ലോ രാജയുടെ പരാതി. നിന്നോട് ഈ റിസോർട്ടൊക്കെ നോക്കിയെടുത്ത് നടത്താൻ പറഞ്ഞിട്ട് അതിലും നീ ഒരു ഉത്തരവാദിത്വം കാണിക്കുന്നില്ല അത്രേ. ദേ, രാജിക്ക് ആകെ മടുത്തുന്നാ പറയുന്നത്. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും കൂടി നിന്റെ കാര്യത്തിലൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് പറയാം. എന്ത് തീരുമാനം? അതോ നിന്നെ ഒന്ന് തളയ്ക്കാനാടാ ഞങ്ങളുടെ തീരുമാനം എന്ന് പെട്ടെന്ന് അച്ഛൻ പറയാം. തളയ്ക്കാനോ? അച്ഛൻ എന്താ ഈ പറയുന്നത്? എടാ, നിന്റെ കല്യാണം ഞങ്ങൾ ഉറപ്പിച്ചെന്ന്, നീയും രാഗിണി മോളും തമ്മിലുള്ള കല്യാണം ഞങ്ങൾ വീട്ടുകാർ തമ്മിൽ പറഞ്ഞുറപ്പിച്ചു, അത്ര തന്നെ. ഇപ്പം നിനക്ക് മനസ്സിലായോ? അച്ഛൻ എന്തൊക്കെയാ ഈ വിളിച്ചു പറയുന്നത് എന്ന് ദേഷ്യത്തോടു കൂടി നിവിൻ ചോദിക്കാം. അപ്പം പെട്ടെന്ന് സത്യനും വല്ലാതാവുകയാണ്. തൻ്റെ മകൻ തന്നോട് ശബ്ദം ഉയർത്തി സംസാരിക്കുന്നു എന്നുള്ള രീതിയിൽ പെട്ടെന്ന് നിവിനാണ് ശബ്ദം താഴ്ത്തും. സോറി അച്ഛാ, അതല്ല, നിങ്ങൾ രണ്ടുപേരും എന്നോടൊരു വാക്കുപോലും പറയാതെയാണോ എൻ്റെ ജീവിതത്തിലെ ഇത്രയും വലിയൊരു തീരുമാനം എടുത്തത് എന്ന് ചോദിക്കാം. അപ്പം രാജേശ്വരി പറയും, നിന്നോട് ഇതിനെപ്പറ്റി എന്ത് സംസാരിക്കാനാണുള്ളത്? ദേ നിവിനെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിനക്കിവിടെ പല ചുറ്റിക്കളികളും ഉണ്ടെന്നൊക്കെ എനിക്കറിയാം. അതൊക്കെ നിന്റെ പ്രായത്തിൻ്റെ പക്വത കുറവായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്നും കരുതി ഇനി നീ ഇങ്ങനെ കാള കളിച്ച് നടന്നാൽ പറ്റില്ല. നിനക്ക് പ്രായമൊക്കെ ആയി, ഒരു ഫാമിലി ആകേണ്ട, നിനക്ക് ഉത്തരവാദിത്തങ്ങളൊക്കെ ആകേണ്ട സമയമായി. അതുകൊണ്ടാണ് രാഗിണി മോളെ ഞങ്ങൾ നിന്റെ വധുവായിട്ട് തിരഞ്ഞെടുത്തത്. നിനക്ക് എന്തുകൊണ്ടും ചേരുന്ന കുട്ടിയാണ്. അവളാണെങ്കിൽ പഠിച്ചിരിക്കുന്നത് MBA. എന്തുകൊണ്ടും എൻ്റെ ബിസിനസ്സൊക്കെ നോക്കി നടത്താനുള്ള കഴിവ് രാഗിണി മോൾക്കുണ്ട്. ഈ കുടുംബത്തിന് ചേരുന്ന മരുമകൾ തന്നെയാണ്. അവളെ അല്ലാതെ നിന്റെ മനസ്സിൽ വലുത് നീ കരുതിയിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. നിന്റെ ഭാര്യയുടെ സ്ഥാനത്ത് അവളല്ലാതെ മറ്റാരും വരാനും പോകുന്നില്ല എന്ന് രാജേശ്വരി തീർത്തു പറയാം. ഞാൻ പ്രായപൂർത്തിയായിട്ടൊരു പൗരനാമേ, എൻ്റെ ജീവിതത്തിൻ്റെ കാര്യം ഞാനല്ല തീരുമാനിക്കുന്നത്. എൻ്റെ തീരുമാനം എന്താണെന്ന് പോലും അറിയാതെ നിങ്ങൾ വീട്ടുകാരെല്ലാവരും കൂടി പോയി രാഗിണിക്ക് വാക്ക് കൊടുക്കാൻ ആരാ പറഞ്ഞത് എന്ന് ചോദിക്കാം. പെട്ടെന്ന് അച്ഛൻ അതിൽ ഇടപെടുക. എന്താടാ, നിന്റെ ജീവിതത്തിൽ ഒരു കാര്യം തീരുമാനിക്കാൻ പോലും നിന്റെ പേരൻസായ ഞങ്ങൾക്ക് അധികാരമില്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അച്ഛാ, ഉണ്ട്. എൻ്റെ എല്ലാ കാര്യത്തിലും തീരുമാനമെടുക്കാനുള്ള അധികാരം നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്നും കരുതി നിങ്ങളെടുത്ത കാര്യം എനിക്കും കൂടി ഇഷ്ടമാണോ എന്ന് ചോദിക്കേണ്ട സാമാന്യ മര്യാദ ഇല്ലേ അച്ഛാ എന്ന് ചോദിക്കാം. അത് കേൾക്കുമ്പോഴത്തേക്കും രാജേശ്വരി പറയും, ദേ സത്യേട്ട, ഇവൻ ആ പെണ്ണിനെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നിവിൻ, നമ്മൾ തമ്മിൽ ഒരിക്കൽ സംസാരിച്ച് കഴിഞ്ഞ കാര്യമാണ്. നീ ഇപ്പം കാവേരിയെ മനസ്സിൽ വെച്ചിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ആ ബന്ധം നടക്കാൻ പോകുന്നില്ല. രാഗിണി മോളെ അല്ലാതെ മറ്റാരെയും ഞാൻ ഈ വീടിൻ്റെ മരുമകളായി കാണത്തുമില്ല. ഇനി അതല്ല, അച്ഛനെയും അമ്മയും ധിക്കരിച്ച് നിനക്ക് പോകാനാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല എന്ന് പറയാൻ കേട്ടോ. പക്ഷെ അതോടുകൂടി നീ അമ്മയുമായിട്ടുള്ള സകല ബന്ധം അവസാനിപ്പിച്ചിരിക്കണം എന്ന് തീർത്തു പറയണം. അപ്പം നിവിൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുക. പെട്ടെന്ന് അച്ഛൻ്റെ കൈ പിടിക്കുക. അച്ഛ, നമുക്കിഷ്ടമുള്ള ആളുടെ കൂടെ അല്ലേ അച്ഛ നമ്മുടെ ലൈഫ് മുഴുവനും സ്പെൻഡ് ചെയ്യേണ്ടത്, അല്ലാതെ നമുക്കിഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ എങ്ങനെയാണ് ഞാൻ ജീവിക്കുക? അച്ഛനെങ്കിലും ഒന്ന് മനസ്സിലാക്കച്ച എന്ന് പറയാണ്. എനിക്ക് കാവേരിയെ ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് അവളെ അല്ലാതെ മറ്റാരെയും എനിക്ക് സ്നേഹിക്കാനോ കാണാനോ സാധിക്കില്ല. ഇനി അതല്ല, എൻ്റെ ഈ വാക്കുകൾ ധിക്കരിച്ച് രാഗിണിയുമായിട്ടുള്ള പ്രപ്പോസലുമായിട്ട് മുന്നോട്ട് പോകാനാണ്
നിങ്ങളുടെ നിലപാടെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല, വരൻ്റെ സ്ഥാനത്ത് വേറെ ആരെയെങ്കിലും നോക്കിക്കോണം എന്ന് പറഞ്ഞിട്ട് നിവിൻ അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പം നിവിൻ്റെ ആ രീതിയിലുള്ള സംസാരം രാജേശ്വരിക്കും സത്യനും നല്ല ദേഷ്യം ഉണ്ടാക്കുന്നുണ്ട്. രാജി, ഇവൻ നമ്മുടെ കൈവിട്ടു പോകുന്ന ലക്ഷണമാണല്ലോ, ഇനിയിപ്പം കല്യാണം എങ്ങനെ നടത്തുമെന്നാ? സത്യേട്ടൻ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, ഈ ബന്ധവുമായിട്ട് മുന്നോട്ട് പോകും. അവനെ എങ്ങനെ സമയത്ത് മണ്ഡപത്തിൽ കൊണ്ടുവരണമെന്നൊക്കെ ഈ രാജേശ്വരിക്ക് അറിയാം. എൻ്റെ മകനാണ് അവനെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ അവൻ്റെ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ, അല്ലാതെ എവിടെയോ കിടക്കുന്നവളെ പിടിച്ച് ഈ വീടിൻ്റെ മരുമകളാക്കാനൊന്നും രാജേശ്വരി ജീവിച്ചിരിക്കുമ്പം സമ്മതിക്കില്ല എന്ന് പറയാം. അവൻ പറയുന്നതൊന്നും അതുകൊണ്ട് തന്നെ സത്യേട്ടൻ മനസ്സിലെടുക്കുകയും വേണ്ട എന്ന് തീർത്തു പറയാണ് കേട്ടോ. അപ്പം രാജേശ്വരിക്ക് കാവേരിയോടുള്ള ദേഷ്യം വീണ്ടും കൂടുവാണ്. എത്രയും വേഗം രാഗിണിയും നിവിനുമായിട്ടുള്ള കല്യാണം നടത്തണം, അതിന് താൻ ഏതറ്റം വരെയും പോകും എന്നൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. ഇതേസമയം രാഗിണിയാണെങ്കിൽ നിവിനൊത്തുള്ളൊരു ജീവിതമൊക്കെ സ്വപ്നം കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആരൊക്കെ എതിരെ വന്നാലും നിവിനെ താൻ വിട്ടുകൊടുക്കില്ല, തൻ്റെ വരൻ്റെ സ്ഥാനത്ത് നിവിൻ മതി എന്നൊരു ഷാട്ടി ചിന്തയൊക്കെ കാവേരിയുടെ ഉള്ളിൽ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. ഇതേസമയം സ്നേഹതീരത്ത് യമുനയാണെങ്കിൽ കാവേരിയോട് ഒരകൽച്ച കാണിക്കുന്നുണ്ട് കേട്ടോ. കാവേരിയോടുള്ള യമുനയുടെ ഈ പ്രകടമായ അകൽച്ച കാവേരിക്ക് ഒരുപാട് വേദന ഉണ്ടാക്കുന്നുണ്ട്. താൻ അവളെ ശാസിക്കുകയും അവൾക്ക് കിട്ടിയ സമ്മാനത്തെപ്പറ്റി കൂടുതൽ ചോദിച്ചതൊന്നും അവളോടുള്ള കുശുമ്പ് കൊണ്ടോ അസൂയ കൊണ്ടോ ഒന്നുമല്ല. ഇനിയും അവൾ ഓരോരോ പ്രതിസന്ധികളിൽ പോയി ചാടാതിരിക്കാനുള്ള ഒരു ചേച്ചിയുടെ ഉത്കണ്ഠയോടുകൂടി ചോദിച്ചതാ. പക്ഷെ അവൾ അതിനെല്ലാം തെറ്റിദ്ധരിച്ചു എന്നൊക്കെയുള്ള ചിന്ത കാവേരിക്ക് ഉണ്ടാകുന്നുണ്ട്. എത്രയും വേഗം യമുനയോട് സംസാരിച്ച് അവളുടെ മനസ്സിൽ വീണ കരടെടുത്ത് കളയണം എന്നൊക്കെ കാവേരി ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ യമുനയുടെ അടുത്തേക്ക് ചെല്ലുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ യമുനയാണെങ്കിൽ മിണ്ടാതിരിക്കും. പക്ഷേ കാവേരി അടുത്ത് ചെന്ന് ഓരോന്നൊക്കെ പറഞ്ഞിട്ട് പറയും, നിനക്ക് ഈ സാരി സമ്മാനം കിട്ടിയതിൽ എനിക്ക് ഒരു കുശുമ്പും ഇല്ല. പിന്നെ നിനക്ക് ഇത് ഉടുത്ത് കാണണമെന്നാണെങ്കിലേ ഞാൻ തന്നെ ഉടുത്ത് കാണാം. ഞാൻ സാരി ഉടുക്കുകയല്ലെങ്കിലും നിങ്ങളൊക്കെ ഉടുപ്പിക്കുന്നതും ഉടുത്ത് കാണുന്നതും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാഴ്ചയാണ്. പിന്നെ നീ ഓരോരോ പ്രശ്നങ്ങളിൽ പോയി ചാടരുതെന്ന് കരുതിയാ ചേച്ചി ഇതൊക്കെ ചോദിച്ചത്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. എൻ്റെ മോള് നന്നായിട്ട് ജീവിക്കുന്നത് കാണാൻ തന്നെയാണ് ചേച്ചി ആഗ്രഹിക്കുന്നത്. നിനക്ക് വേണ്ടി എന്തും വിട്ടു തരികയുള്ളൂ ഈ ചേച്ചി എന്നൊക്കെ കാവേരി പറയണം കേട്ടോ. കാവേരിയുടെ തുറന്നുള്ള സംസാരം യമുനയ്ക്കും ഒരു കുറ്റബോധം തോന്നുന്നുണ്ട്. താനും ചേച്ചിയോട് കുറച്ച് ഹാർഷായിട്ടൊക്കെ സംസാരിച്ചു, അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊരു ചിന്ത വരാം. എല്ലാവരും കൂടി സന്തോഷത്തോടെ ഇരിക്കുന്ന കാണുമ്പം ശാരദയ്ക്കും രാധമ്മയ്ക്കും ഒരുപാട് സന്തോഷം ഉണ്ടാവുന്നുണ്ട്. മക്കൾക്കിടയിൽ ചെറിയൊരു അകൽച്ച നമ്മുടെ രാധമ്മ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതിനെപ്പറ്റി ശാരദയോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ശാരദ പറയും, അത് കുട്ടികൾക്കിടയിലുള്ള പ്രശ്നമാണ്, അവർ തന്നെ അത് സംസാരിച്ച് തീർത്തോളും, നമ്മൾ അതിലിടപെട്ട് ആ പ്രശ്നത്തെ പെരുപ്പിക്കാൻ നിൽക്കണ്ടമ്മേ എന്ന് രാധമ്മയോട് തിരിച്ച് ശാരദയും പറയുന്നുണ്ട്. നമ്മുടെ മക്കൾ നിറയെ സ്നേഹമുള്ള മക്കളാണ്, അവർക്ക് ശരിയും തെറ്റും ഒക്കെ മനസ്സിലാക്കാനുള്ള പ്രായവും പക്വതയും ഒക്കെയുണ്ട്, നമ്മളെക്കാളും ലോകപരിചയവും ഒക്കെ ഉണ്ട് എന്നാണ് തൻ്റെ മക്കളെപ്പറ്റി രാധമ്മയോട് ശാരദ പറയുന്നത്. അപ്പം മക്കളെല്ലാം തമ്മിൽ സന്തോഷത്തോടെ നിൽക്കുന്ന കാണുമ്പം രാധമ്മയുടെയും ശാരദയുടെയും കണ്ണ് നിറയാണ് കേട്ടോ. അതിനുശേഷം നിവിൻ മേടിച്ചു കൊടുത്ത ആ സാരി യമുനയെ ഉടുപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കാവേരി. നിവിൻ തനിക്കായി നൽകിയ പ്രണയ സമ്മാനമാണ് ആ സാരി എന്നറിയാതെ തൻ്റെ അനിയത്തിക്ക് വേണ്ടി അതും കാവേരി നൽകിയിരിക്കുകയാണ്. ഇനി യമുനയ്ക്ക് ഇഷ്ടം കാവേരിയോട് തുറന്നു പറഞ്ഞാൽ ഉറപ്പായിട്ടും നിവിനോടുള്ള തൻ്റെ പ്രണയം പോലും വേണ്ടെന്ന് വെച്ച് കാവേരി നിവിനെ വിട്ടുകൊടുക്കുകയേ ഉള്ളൂ. അതിപ്പോൾ തന്നെ കാവേരിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്തായാലും യമുന ഒരുപാട് സന്തോഷത്തിലാണ്. തനിക്ക് രക്ഷകനായിട്ട് തന്നെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി തനിക്ക് ചുറ്റും നടക്കുന്നത് യമുനയെ ഒത്തിരി സന്തോഷിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതിന് ആക്കം കൂട്ടാൻ എന്ന പോലെ യമുനയുടെ കൂട്ടുകാരൊക്കെ പരിസരത്തൊക്കെ നിവിനെ കാണുമ്പം രണ്ടുപേരുടെയും പേര് പറഞ്ഞ് കളയാക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. അതൊക്കെ യമുന ഒരുപാട് ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേസമയം വിശാലിന് ഇപ്പോൾ തീരാത്ത പകയാണ് യമുനയോട്. അതുകൊണ്ട് തന്നെ വിശാലിൻ്റെ ഫ്രണ്ട്സും കൂടി യമുന സ്കൂട്ടിയിൽ തനിയെ കോളേജിലേക്ക് വരുമ്പം എല്ലാവരും കൂടി ചേർന്ന് യമുനയാണെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്നതും ഓരോന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നതും ഒക്കെ കാണാൻ കഴിയും. ഒരു വിധത്തിലും യമുനയെ വണ്ടി കടത്തിവിടാതെ അവർ എല്ലാവരും കൂടി ബ്ലോക്ക് ചെയ്യുന്നതും മാനസികമായും വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യും. അവിടെയും ഒരു രക്ഷകനെ പോലെ എത്തുന്നത് നിവിനാണ് കേട്ടോ. പെട്ടെന്ന് നിവിനെ കാണുമ്പം വിശാലിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും ഒക്കെ ഇയാൾ എന്തിനാണ് വരുന്നത്, എൻ്റെ ചേച്ചിയുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചിട്ട് ഇയാൾക്ക് എന്ത് ആവശ്യമുണ്ട് ഇതിനൊക്കെ എന്നൊക്കെയുള്ള ചിന്ത വിശാലിൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ അവിടെ യമുനയാണെങ്കിൽ നമ്മുടെ നിവിനെ കാണുമ്പം പ്രണയത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. എന്താ യമുനെ പ്രശ്നം എന്ന് ചോദിക്കാം. ഇവരെന്നെ വല്ലാതെ ശല്യം ചെയ്യുക നിവിൻ ചേട്ടാ എന്ന് യമുന അപ്പോൾ പറയാണ്. എന്താടാ
നിനക്ക് കിട്ടിയത് മതിയായില്ലേ? ഒരു വിധത്തിൽ നീ ആ കേസിൽ നിന്ന് ഊരിപ്പോന്നതല്ലേടാ, നിന്റെ അഹങ്കാരം ഇപ്പോഴും തീർന്നിട്ടില്ലേ എന്നൊക്കെ വിശാലിനോട് ചോദിക്കും. അത് കേൾക്കുന്ന വിശാൽ പറയും, ദേ നിവിൻ ചേട്ടൻ ആവശ്യമില്ലാതെ ഇതിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട. എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ കാര്യത്തിൽ ഇടപെടരുതെന്ന്. വീണ്ടും വീണ്ടും ഇതിലൊക്കെ വന്ന് ഇടപെടാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ചോദിക്കാം. എൻ്റെ കാര്യം തീരുമാനിക്കുന്നത് നിന്റെ അച്ഛനോ ആരുമല്ല, ഞാനാ എന്ന് അപ്പം നമ്മുടെ നിവിൻ പറയാൻ കേട്ടോ. നിവിൻ്റെ ആ സംസാരമൊക്കെ കേൾക്കുമ്പോൾ യമുനയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നുവാണ്. തനിക്ക് വേണ്ടി ബന്ധുവായ വിശാലിനോട് പോലും നിവിൻ എതിർത്ത് സംസാരിക്കുന്നു. തന്നോട് എത്രയധികം പ്രണയമുള്ളതുകൊണ്ടാണ് നിവിൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊരു ചിന്തയൊക്കെ യമുനയുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. തന്നെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരാൾ ഉണ്ടായിട്ടാണോ താൻ അത് കാണാതെ വിശാലിൻ്റെ സ്നേഹത്തിൽ പോയി ചാടിയത് എന്നൊക്കെ വീണ്ടും യമുന ചിന്തിക്കുകയാണ് കേട്ടോ. എന്തായാലും യമുനയെ അവരിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതും നമ്മുടെ നിവിൻ തന്നെയാണ്. അതിപ്പം വേറെ വഴിയില്ലാതെ വിശാലും കൂട്ടരും തിരിച്ചു പോവാണ് കേട്ടോ. ഇതേ സമയം തന്നെ രക്ഷിച്ച നിവിൻ്റെ അടുത്തേക്ക് യമുന ചെല്ലാണ്. യമുന ഓക്കെ അല്ലേ എന്ന് നിവിനപ്പം ചോദിക്കുക. അതെ എന്ന് പറയാം. താൻ ഇങ്ങനെ ടെൻഷനൊന്നും അടിക്കണ്ട, അവന്മാരെയൊക്കെ നല്ല രീതിയിൽ തന്നെ ഡീൽ ചെയ്യണം, അല്ലെങ്കിൽ തനിക്ക് നല്ല നാക്കാണെന്നാണല്ലോ വീട്ടിൽ പരക്കെ എല്ലാവരും പറയാറ്. ഇപ്പോഴെന്തേ ഇവരോടൊക്കെ പ്രതികരിക്കാൻ തനിക്ക് ധൈര്യമില്ലേ എന്ന് ചോദിക്കുക. അപ്പം നാണത്തോടെ യമുന തല കുനിച്ച് നിൽക്കുകയാണ് കേട്ടോ. അത് കാണുമ്പം യമുനയുടെ ഭയമാണെന്നാണ് നമ്മുടെ നിവിൻ തെറ്റിദ്ധരിക്കുന്നത്. എന്തായാലും അവിടെ നിന്ന് യമുന അങ്ങോട്ട് പോവുക. യമുനയുടെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ വരികയാണ്. നിവിനുമൊത്തുള്ളൊരു ജീവിതവും നിവിനുമൊത്തുള്ളൊരു പ്രണയകാലവും ഒക്കെ യമുനയുടെ മനസ്സിലേക്ക് കടന്നു വരിക. ഇതൊന്നും അറിയാതെ പാവം നിവിന് താൻ ഓരോ വട്ടം കാവേരിയുടെ അനിയത്തിയെ ഒരു കൂടപ്പറപ്പിനെ പോലെ സംരക്ഷിച്ചതിലുള്ള ചാരിതാർത്ഥ്യത്തോടു കൂടി അവിടെ നിന്ന് അങ്ങോട്ട് കടന്നു പോവുക. താൻ തൻ്റെ കടമയാണ് ചെയ്യുന്നത്, തൻ്റെ അനിയത്തിയോട് താൻ ചെയ്യേണ്ട കടമ, അങ്ങനെ മാത്രമേ നിവിൻ്റെ മനസ്സിലുള്ളൂ കേട്ടോ. ഇതൊക്കെ കാവേരിക്ക് തന്നോടുള്ള ഒരു കാഴ്ചപ്പാട് മാറാനും തന്നോട് കൂടുതൽ സ്നേഹമുണ്ടാകാനും ഒക്കെ കാരണമാകും എന്നൊക്കെ നിവിൻ ചിന്തിക്കുന്നുണ്ട്. പാവം നിവിൻ ഒന്നും അറിയുന്നില്ല. യമുനയുടെ മനസ്സിൽ തന്നോട് വളരുന്ന പ്രണയത്തെപ്പറ്റി നിവിൻ ചിന്തിക്കുന്നു പോലും ഇല്ല കേട്ടോ. ഇതേ സമയം കോളേജിലാണെങ്കിൽ ആരുടെ കൂടെയാണ് നമ്മുടെ യമുനയെ കടത്തിക്കൊണ്ട് പോയതെന്ന് പലർക്കും അറിയില്ല. അപ്പം യമുനയ്ക്ക് ഉണ്ടായ ഈ സംഭവം മുഴുവനും ഫ്ലാഷ് ആക്കുകയും എല്ലാവരോടും പറഞ്ഞു നടക്കുകയും ഒക്കെ വിശാൽ ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ യമുനയ്ക്കൊരു നാണക്കേട് പോലെ വരുന്നുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ കാവേരിയാണെങ്കിൽ യമുനയെ സംരക്ഷിച്ച് നിർത്തുന്നതും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം കാവേരിയും അറിയുന്നുണ്ട് നിവിൻ്റെ കല്യാണം രാഗിണിയുമായിട്ട് ഉറപ്പിച്ചു എന്നുള്ളൊരു കാര്യം. ഇതറിയുമ്പം കാവേരിക്ക് ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട്. ഈ കാവേരിയുടെ മനസ്സിൽ നിവിനൊരു സ്ഥാനമൊക്കെ ഉണ്ടായിരുന്നേ, പക്ഷെ എല്ലാവരുടെ എതിർപ്പുള്ളത് കൊണ്ട് മാത്രമാണ് നിവിനോട് തനിക്ക് തോന്നിയ ആ പ്രണയം കാവേരി പുറത്തേക്ക് പറയാത്തത്. എല്ലാ പ്രതിസന്ധികളിലും തന്നെ ചേർത്ത് നിർത്തുന്ന, തനിക്ക് ഒരു തണലാകുന്ന ആള് നിവിൻ മാത്രമാണ് ഈ ലോകത്ത് എന്നൊരു ചിന്തയൊക്കെ കാവേരിയുടെ മനസ്സിലുമുണ്ട് കേട്ടോ. പക്ഷേ തനിക്ക് ഒരിക്കലും ഇനി നേടാൻ കഴിയാത്ത ഒന്നായി ഒരുപാട് അകലെയാണ് നിവിൻ ഇപ്പോൾ എന്ന് കാവേരിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ കാവേരി തൻ്റെ സങ്കടങ്ങളൊക്കെ കരഞ്ഞു തീർക്കുന്നതും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കേ. സമയം രാജേശ്വരി ആണെങ്കിൽ എത്രയും വേഗം നിവിൻ്റെയും രാഗിണിയുടെയും കല്യാണം നടത്താനായിട്ട് ജയബാലനുമായിട്ട് സംസാരിച്ച് ഏറ്റവും അടുത്ത ഡേറ്റ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നിവിൻ അറിയുന്നു പോലുമില്ല കേട്ടോ. കാര്യങ്ങളെല്ലാം അടുപ്പിച്ചതിന് ശേഷം മാത്രം നിവിനോട് ഇക്കാര്യങ്ങളൊക്കെ അറിയിക്കാമെന്നൊരു നിലപാടിലാണ് ഇരു കുടുംബക്കാരും എടുത്തിരിക്കുന്നത്. അപ്പം ഇടയ്ക്ക് വെച്ച് ഈ വിവരങ്ങളൊക്കെ കാവേരിയെ അറിയിക്കാനായിട്ട് ജയബാലൻ അവളെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. നിവിനും തൻ്റെ മകളും തമ്മിലുള്ള കല്യാണമൊക്കെ ഉറപ്പിച്ചു എന്നും നിവിന് നിന്നോടുണ്ടായിരുന്ന അടുപ്പമൊക്കെ വെറും അവൻ്റെ പ്രായത്തിൻ്റെ നേരമ്പോക്കായിരുന്നു എന്നൊക്കെ ജയബാലനാണെങ്കിൽ മകളുടെ പ്രായമുള്ള നമ്മുടെ കാവേരിയുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കാവേരിക്ക് ഇതൊക്കെ വേദന നൽകുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ കാവേരിയും വിട്ടുകൊടുക്കാതെ സംസാരിക്കുന്നുണ്ട്. അതിന് എനിക്ക് അവനോട് പ്രണയമായിരുന്നത് തന്നോട് ആരാ പറഞ്ഞത്? നിവിനെൻ്റെ നല്ല സുഹൃത്ത് മാത്രമാണ്, അങ്ങനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് നമ്മുടെ കാവേരിയും ജയബാലനോട് വാദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ കാവേരിയെ മാനസികമായി തളർത്താനായിട്ട് നമ്മുടെ ജയബാലനും സാധിക്കുന്നുണ്ട്. അപ്പോൾ കാവേരിക്ക് ഒരുപാട് സങ്കടം വരുന്നുണ്ട് നിവിൻ്റെ കല്യാണക്കാര്യം അറിയുമ്പം. തനിക്ക് എന്ത് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നപ്പോഴും തനിക്കൊരു താങ്ങായിട്ടുള്ള മനുഷ്യനാണ്. പക്ഷെ തൻ്റെ വേദനകളെല്ലാം മനസ്സിലൊതുക്കി വീട്ടിലെല്ലാവരുടെയും മുന്നിൽ ചിരിച്ച് കളിച്ച് പഴയ കാവേരിയായിട്ട് മാറാനായിട്ടും നമ്മുടെ കാവേരി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വരുമായിട്ട് ചില വിശേഷങ്ങളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ